ഹായ് ഓൾ, ദിസ് ഇസ് ഫ്രൈഡേ മോർണിംഗ്. രാവിലെ പിള്ളേരെ സ്കൂളിലേക്ക് വിട്ടിട്ട് 11 മണി വരെ ഞാൻ കിടന്ന് ഉറങ്ങി എണീറ്റിട്ട് ഒരു ഇഞ്ചി ചായ കുടിക്കാമെന്ന് കരുതി. ചെറിയൊരു മൂക്കടപ്പും തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അതിപ്പോ നിങ്ങൾക്ക് വോയിസ് ഓവർ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്നലെ ലുലുന്ന് നമ്മൾ മേടിച്ച ചുവന്ന മീനിന്റെ അതിന് പൊരിക്കാനും കറി വെക്കാനുമായിട്ട് രണ്ടാക്കാൻ നോക്കിയപ്പോൾ തീരെയില്ല. എന്നാ പിന്നെ തലയുടെ ഭാഗം മുഴുവൻ കറിയും വാലിന്റെ ഭാഗം മുഴുവൻ പൊരിക്കാന്നും കരുതി. സാധാരണ എടുക്കുന്ന മീനിനെക്കാളും കൂടുതലാണല്ലോ എന്നല്ലേ. നമുക്കിന്നൊരു ഗസ്റ്റും കൂടെയുണ്ട്. പണ്ട് ഞാൻ ട്യൂഷൻ എടുത്തിരുന്ന എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി. പിന്നെ ഇന്ന് വൈകുന്നേരം വേണം എൻഗേജ്മെന്റിനായിട്ട് എടുക്കേണ്ട സാധനങ്ങൾ ബാക്കി മുഴുവൻ മേടിക്കാൻ പോകാനായിട്ട്. സ്ഥിരം ഹോസ്റ്റലില് അത്ര സുഖമില്ലാത്ത ഫുഡ് കഴിക്കണോണ്ട് തന്നെ എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു, ഞാൻ വരുമ്പോൾ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് മുളകിൽ വെച്ച് മീൻകറി വേണമെന്ന്. മീൻകറിയുടെ റെസിപ്പി ഒരുപാട് തവണ ഇതിനു മുൻപും ഇതിന് ശേഷം ഇനി കാണിക്കണം എന്നുള്ളത് കൊണ്ടും ഇന്ന് കാണിക്കുന്നില്ല. തലയുടെ ഭാഗമൊക്കെ കറിയിലേക്ക് ഇട്ടു. കറി തിളച്ചപ്പോൾ അതങ്ങ് മാറ്റി. വറുക്കാനുള്ള മീനും എണ്ണയിലേക്ക് ഇട്ടു. ഇത്തവണ എനിക്ക് പാൽമുളക് കിട്ടിയില്ല. കിട്ടിയതാണെങ്കിൽ ഇത് ഈ മുളകാണ്. ഉള്ളതാവട്ടെ എന്ന് കരുതി അതിട്ട് ഒരു മോരും കാച്ചി. ഇനി മെഴുക്ക് വരട്ടി. ഫ്രിഡ്ജിലിരുന്ന് വലിയ പയറിൽ 2-3 എണ്ണം ചീത്തയായി. ഞാൻ അരിയുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് വിധം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി ബാക്കി വെക്കാൻ നിന്നില്ല. ആ കെട്ടപ്പാടെ അങ്ങ് അരിഞ്ഞെടുത്തു. മൊത്തം ഒറ്റ ട്രിപ്പിൽ അരിയുന്നത് കൊണ്ടാണ് ഇത്തിരി എഫേർട്ട് കൊടുത്ത് അരിയേണ്ടി വരുന്നത്. ഇനി പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇടാം. വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഒരുമിച്ച് മൂക്കുമ്പോൾ പഴയ മിക്സ്ചറിന്റെ മണം വരും. ഈ ഒരു സ്പാറ്റുലയുടെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ, ഇത്തിരി മഞ്ഞപ്പൊടി, ഇത്തിരി കാശ്മീരി മുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുത്താലും മെഴുക്ക് പുരട്ടി റെഡിയാവും. ഇന്നത്തെ താരം ഇതൊന്നുമല്ല, കക്ക ഇറച്ചിയാണ്. ഇനി അതിനായിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. കുറച്ചധികം വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, പിന്നെ ഇനി ഒരു സവാളയും കൂടെ വേണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല നീളത്തിനും സവാളയും കുഞ്ഞുള്ളിയും എത്ര തിന്നായിട്ട് അരിയാൻ പറ്റുമോ അത്ര തിന്നായിട്ടും അരിഞ്ഞെടുക്കാം. ഇനി ഒരു കറിച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ഈ കാണുന്ന സവാള ഇട്ട് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. വഴന്നു വരുമ്പോൾ അല്പം ഉപ്പിട്ട് കൊടുക്കാമെങ്കിൽ പെട്ടെന്നാവും. ഗോൾഡൻ നിറത്തിലായ സവാളേനെ മൊത്തത്തിലൊന്ന് ഒതുക്കി മാറ്റി എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പൊടികളായിട്ട് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, സാദാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി. ഇനി എല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് മൂത്ത് വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഒരു പിടി തേങ്ങ, 2-3 പെരുംജീരകം, ഇത്തിരി മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ തേങ്ങ അരപ്പ് ഒതുക്കി എടുത്തേക്കുന്നത്. ഊണ് കഴിക്കാനുള്ള അതിഥി എത്തിയേക്കുന്നത് ഈ വർഷത്തെ എന്റെ ആദ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ടാണ്. ബർത്ത്ഡേ ഓഗസ്റ്റ് 15-നാണ് കേട്ടോ. TV യൂണിറ്റ് നമ്മൾ മൊത്തത്തിലൊന്ന് പുതുക്കി പണിയുന്നുണ്ട്. അതിനായിട്ട് മനു എത്തിയിരുന്നു. അതുകൊണ്ട് അലൻ അവിടെ പോസ്റ്റായി. ഞങ്ങൾ ചോറുണ്ടു. വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി. RP മോളൊക്കെ വരുന്നതിന് മുന്നേ ഇവിടെ അടക്കി ഭരിച്ചിരുന്ന ഒരു ബിഷപ്സ് റോം നഗർ ഉണ്ട്. ഞാനും എമിലും അവിടെയാണ് ഇറങ്ങിയത്. എമിലിന് ഡ്രസ്സും എടുക്കണം, എനിക്ക് ഷൂസും മേടിക്കണം. പലവഴിക്ക് പോയ വണ്ടികളും അതിലുള്ള കുട്ടികളും ഒക്കെ തിരിച്ചെത്തുന്നതും കാത്ത് ഓരോ ചായയും കുടിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.